ഇതൊരു ഗീവ് അവേ വീഡിയോ ആണ്. അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം. എൻ്റെ ഹെയർ ഓയിൽ തീർന്നുകൊണ്ട് കുറച്ച് ദിവസമായി. ഇന്നാണ് ഇതുണ്ടാക്കാനുള്ള ഒരു സാഹചര്യം ഒത്തു വന്നത്. അതുകൊണ്ടൊരു നീണ്ട ലിസ്റ്റുമായി നമ്മൾ തൊട്ടടുത്തുള്ള അങ്ങാടിക്കടയിലേക്ക് പോയൊക്കെയാണ്. ഓരോരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് മേടിച്ച്, അപ്പോൾ ലാസ്റ്റ് നമുക്ക് അലോവേര കിട്ടിയില്ല. അത് നമ്മൾ വേറൊരു അങ്ങാടിക്കടയിൽ നിന്നാണ് മേടിക്കുന്നത്. ഇതെല്ലാം കിട്ടി തിരിച്ച് പോരുന്നേരാണ് ഓർത്തത് കീ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഒരു സാധനം മേടിക്കാൻ കിട്ടിയിട്ടില്ല. അതാണ് ചെമ്പരത്തിപ്പൂ. കിട്ടത്തില്ലല്ലോ, നമ്മുടെ നാട്ടിലെ വേലിപ്പുറത്തെ അത് കിട്ടത്തുള്ളൂ. പോകുന്ന വരി ഏതെങ്കിലും വെയിലിൽ നിന്ന് ഒപ്പിക്കാമെന്ന് ശുഭപ്രതീക്ഷയുടെ യാത്രയാവുന്നു. വീട്ടിലെത്തിയ ഉടനെ അലോവേര നന്നായിട്ട് മുറിച്ചിട്ട് തല തിരിച്ചു വെക്കുക. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ആ ഒരു യെല്ലോ ഫ്ലൂയിഡ് പോകാൻ വേണ്ടി. ഞാൻ അതിനോട് കുറച്ച് അലർജിക്കാണ്. പിന്നെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ അവിടെ തന്നെ എടുക്കുക. അതായത് നമ്മുടെ കരിവേപ്പിലയൊക്കെ, കറി ലീവ്സ്, എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക. ഞാൻ 1 ലിറ്റർ എണ്ണയാണ് കാച്ചുന്നത്. അതുണ്ടാക്കുന്ന രീതിയിലേക്ക് അപ്പോൾ കിടക്കാം. ആദ്യം തന്നെ കുറച്ച് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന അലോവേര 1 ലിറ്ററിന് 4-5 നെല്ലിക്ക എന്ന കണക്കിൽ, ബാക്കി നമ്മളുടെ ചെമ്പരത്തിപ്പൂവും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. നല്ല ഒരു വാട്ടറി പരുവം ആയിട്ട് എടുക്കുക. അപ്പോൾ ചോദിക്കുക എന്തിനാ നല്ല വെള്ളം പരുവമാക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ അത്രേ ഉള്ളൂ. ഞാൻ പണ്ടോടെ എണ്ണ ഉണ്ടാക്കുമ്പോൾ നല്ല വെള്ളം ആയിട്ട് ഇങ്ങനെ അരച്ചെടുക്കും. പിന്നെ ബാക്കി ഒരു സെറ്റ് ഇൻഗ്രീഡിയൻസും കൂടെ ഉണ്ട്. ടോട്ടൽ 3 സെറ്റുണ്ട്. ഇപ്പം നമുക്ക് 1 സെറ്റും കൂടെ വേണം. അതായത് 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത ഉലുവായും അതുപോലെ തന്നെ 2 മണിക്കൂർ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന നല്ല കരിഞ്ചീരകവും ഇതും കൂടെ നന്നായിട്ട് അരച്ചതിന് ശേഷം ഈ ഫുൾ സെറ്റ്, അതായത് ഈ 2 സെറ്റ് ഇൻഗ്രീഡിയൻസും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഏകദേശം ഒരു അരമണിക്കൂർ വെച്ചിരിക്കുക. അപ്പോഴേ അതിൻ്റെ സത്തൊക്കെ നന്നായിട്ട് ഊറി വരത്തുള്ളൂ. പിന്നെ ഇതിനകത്ത് വേണ്ട കുറച്ച് മെയിൻ ഇൻഗ്രീഡിയൻസും കൂടെ ഉണ്ട്. അത് വെളിച്ചെണ്ണ കാച്ചി ഒരു പകുതി തിളച്ച് വരുന്ന പരുവാകുമ്പോൾ നമ്മൾ ഇട്ടാൽ മതി. അതായത് നീലയാമരി, ഗ്രാമ്പു, റോസ്മേരിയുടെ പുല്ല്, അതുപോലെ തന്നെ കുരുമുളക്. ഞാൻ അലർജിക്ക് ആയതുകൊണ്ടാണ് ഞാൻ റോസ്മേരിയുടെ പുല്ലിനോടൊപ്പം തന്നെ നമ്മളുടെ ഈ ഒരു കുരുമുളക് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇത് തണുപ്പുള്ള ഐറ്റംസ് നമുക്ക് പനി പിടിപ്പിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഗീവ് അവേ എന്താണെന്നല്ലേ, ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നമുക്ക് കമൻറ്റ് ചെയ്യുക, പിന്നെ ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ട് നമുക്കൊരു പേഴ്സണൽ മെസ്സേജ് അയയ്ക്കുക. നിങ്ങളുടെ അഡ്രസ്സ് എന്തോ ആയിക്കോട്ടെ, ഈ എണ്ണയിൽ നിന്ന് കുറച്ച് ഭാഗം നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് നമ്മളുടെ യൂട്യൂബിലോ അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലോ പേഴ്സണൽ അറിയിക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. എന്താണ്, ഇതൊരു മാജിക്കൽ ഹെയർ ഓയിലാണ്. താങ്ക് യു.